സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പല സൈസിൽ സാമ്പാർ ഉണ്ടാക്കാം. നമുക്ക് ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് തോരപ്പരിപ്പാണ്. ഞാൻ 1 കപ്പ് തോരപ്പരിപ്പ് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ആദ്യം കുക്കറിൽ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഇച്ചിരി കായോ ഇട്ട് ആദ്യം ഇത് വേവിപ്പിച്ചെടുക്കണം. പിന്നെ പരിപ്പ് നല്ലതുപോലെ ഉടച്ച് കഴിഞ്ഞിട്ട് ഇത് ചൊരക്കയാണ്. ഒരു ചെറിയ പകുതി മുറി ചൊരക്ക എടുത്തിട്ടുണ്ട്. ഒരു വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, ഇത്തിരി വലുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കുക്കറിൽ പരിപ്പ് വെന്ത് കഴിഞ്ഞ് ഒരു വിസിലടിച്ചൊന്ന് വേവിപ്പിക്കണം. പിന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റി ചേർക്കാനുള്ളതാണിത്. ഇത് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ആണെങ്കിൽ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി, 2 പച്ചമുളക്, ഒരു തക്കാളി, ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റി ചേർക്കണം. നമുക്ക് ആദ്യം ഈ പരിപ്പൊന്ന് വേവിപ്പിച്ചെടുക്കാം കുക്കറിൽ നല്ല സോഫ്റ്റായിട്ട്. ഇപ്പോൾ കുക്കറിലോട്ട് പരിപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു തക്കാളി കട്ട് ചെയ്തതിടാം. കുറച്ച് കായം കൂടെ ഞാനിപ്പോൾ ഈ പരിപ്പ് വേവിക്കുന്ന സമയത്ത് തന്നെ ഇടുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ഈ പരിപ്പ് നല്ലൊന്ന് വെന്ത് സോഫ്റ്റ് ആവുന്ന വരെ വെക്കാം. നമുക്ക് ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ആക്കി ഒരു 4-5 മിനിറ്റ് വെക്കുമ്പോഴത്തേന് നമ്മുടെ പരിപ്പൊന്ന് വെന്ത് കിട്ടും. നമുക്കിത് ആദ്യം വെന്ത് സോഫ്റ്റ് ആക്കി എടുക്കാം. കുക്കറിൽ നമ്മൾ പരിപ്പ് വേവാൻ വെച്ചിരിക്കും. ആ സമയത്ത് നമുക്ക് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ഒരു പാൻ വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുകിട്ട് കൊടുക്കാം. എൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ജീരകവും കൂടി ഇടുന്നുണ്ട്. നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഈ പച്ചമുളകും ഈ വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ തക്കാളിയും കൂടിയും ചേർക്കാം. സമയത്ത് 2 കരിയാപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴഞ്ഞിട്ട് വേണം നമ്മൾ മസാല ചേർക്കാൻ. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇനിയിപ്പം മസാല ചേർക്കാം. ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കായം കൂടെ നമുക്ക് ചേർക്കണം. പരിപ്പിനകത്ത് ഞാൻ വേവിച്ച എങ്കിലും സാമ്പാറിനൊക്കെ കായം നല്ലതാണ്. നമുക്ക് 1/2 സ്പൂണ് കായം കൂടിയും ചേർക്കാം. നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിക്കണം. ഇനി നമ്മളിത് ഈ പരിപ്പ് വേവിച്ച് ഉടച്ചതിനകത്തോട്ട് ഇത് ചേർക്കേണ്ടതാണ്. ഇത് ഇത്തിരി വെള്ളം ഒഴിക്കാം. ഗ്യാസ് ഓഫാക്കാം. നമുക്കിത് പരിപ്പിനകത്ത് ചേർക്കാം. കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുക്കറിൻ്റെ വിസിലൊക്കെ ഇത് കണ്ട ആവി പോയി ഇരിക്കുവാണ്. ഇപ്പം നമുക്ക് തുറക്കാം. പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മളൊരു വലിയ തവി വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് വേണം നമ്മൾ ആ വെജിറ്റബിളൊക്കെ ചേർക്കാൻ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി നമുക്കിതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് ചൊരക്ക ഉണ്ട്, ഒരു വഴുതനങ്ങ ഉണ്ട്, ക്യാരറ്റ്, മുരിങ്ങക്ക, ഇതെല്ലാം കൂടി ഇതിനകത്ത് കുക്കറിനകത്ത് ഇടാം. ഇതിന് നമ്മൾ ഒരു വിസിലടിച്ചാൽ മതി. നമ്മുടെ വെജിറ്റബിളൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. നമ്മൾ ഈ പുളി എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് വാളംപുളിയാണ്. ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നമ്മളിത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളമാണ് ചേർക്കുന്നത്. ഈ പുളി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഈ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ അരിച്ചൊഴിക്കണം. അതിനകത്ത് കുരുവോ കഷണമോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ മതി, ഒത്തിരി പുളി വേണ്ട. നമ്മളിപ്പം ഞാൻ മസാല റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മസാലയും കൂടി ഇതിനകത്ത് ചേർക്കാം. കുറച്ച് വെള്ളം കൂടിയും വേണം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് കഴുകി നമ്മൾ ഈ കുക്കറിലോട്ട് ഒഴിച്ചാൽ മതി. ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നല്ലപോലെ. ഈ
സമയത്ത് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് സാമ്പാറിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടെയും ചേർക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി വേണമെന്ന് തോന്നുന്നു, നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. ഉപ്പൊക്കെ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി നമുക്കിത് ഒരു വിസിൽ വരുന്നവരെ വെക്കാം. കുക്കറൊന്ന് തുറന്ന് നോക്കാം. ആവി നല്ലതുപോലെ പോകണമെങ്കിൽ കുക്കർ തുറക്കാവുള്ള, അതിന് മുമ്പേ തുറക്കല്ലേ. സാമ്പാർ നല്ല റെഡി ആയിട്ടിരിക്കുവാണ്. ഒത്തിരി നീണ്ട വേണ്ട, കുറച്ച് ആവശ്യത്തിന് നീളം വേണ്ടിയവർ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിച്ചാൽ മതി. ഇപ്പം നമ്മുടെ സാമ്പാർ നല്ല കണക്കായിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് ഇനി മാറ്റാം. നമ്മുടെ സാമ്പാറും നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം.